Hey guys, welcome back to another video. So ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇസ് ഹൗ ടു അപ്രോച്ച് റാങ്ക് ഫയൽസ്. ഉദ്യോഗാർത്ഥികൾ PSC പരീക്ഷകളുടെ പ്രിപ്പറേഷന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് റാങ്ക് ഫയൽ എന്നുള്ളത്. വളരെ സ്മാർട്ടായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും അധികം നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള അത്രയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് റാങ്ക് ഫയൽ. എന്നാൽ അത് അങ്ങനെയല്ല എങ്കിൽ സ്മാർട്ടായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഗുണത്തേക്കാൾ ഏറെ അത് ദോഷം ചെയ്യാം. നമ്മൾക്കറിയാം ഇപ്പോഴുള്ള റാങ്ക് ഫയൽസിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഈവൻ ഒരു 1800 മുതൽ 2000 പേജസ് ഒക്കെയാണ്. അത്രയൊന്നും റാങ്ക് ഫയൽസിൽ നിന്നും പഠിക്കേണ്ടതില്ല. അതിൻ്റെ ഒരു 1/3 ഭാഗം അല്ലെങ്കിൽ അതിലും താഴെ മാത്രമാണ് റാങ്ക് ഫയൽസിൽ നിന്നും പഠിക്കേണ്ടത്. ആ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ റാങ്ക് ഫയൽസിൽ നിന്നും പഠിക്കേണ്ട ആ കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്താം, അവ എങ്ങനെ പഠിക്കാം, ഇത്രയും വസ്തുതകളായിരിക്കും നമ്മളിന്ന് ചർച്ച ചെയ്യുക. വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമായിട്ട് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. പോയിന്റ് നമ്പർ 1, ഇറ്റ് ഷുഡ് ബി കൺസൈസ്. അതായത് നമ്മൾ ഈ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ 2 രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒന്ന് ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ. ഇനി രണ്ടാമതായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ. അതിലൊന്നാണ് റാങ്ക് ഫയൽ എന്നുള്ളത്. അതായത് നമ്മൾ റാങ്ക് ഫയൽ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള വളരെ ഡീപ്പായിട്ടുള്ള നോളജ് നേടുന്നതിന് വേണ്ടിയോ അങ്ങനെയൊന്നുമല്ല, എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുന്നതിനുള്ള ഒരു പുസ്തകം എന്ന രീതിയിലാണ്. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാര്യങ്ങൾ വളരെ ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ട് വേണമെന്നുള്ളതാണ്. അൺനെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ലാതെ അത്തരത്തിലായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ റാങ്ക് ഫയൽസിൻ്റെ കേസിൽ അതങ്ങനെയല്ല. ഒരുപാട് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ റാങ്ക് ഫയൽസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 1800 മുതൽ 2000 പേജസ് ഒക്കെയാണ് ഓൺ ആൻ ആവറേജ് ഒരു റാങ്ക് ഫയൽ കാണാനായിട്ട് സാധിക്കുക. ഒരു കാര്യം ആലോചിക്കുക, ഒരു പേജിൽ നിന്നും ഈവൻ ഒരു 10 ഫാക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഒരു 20,000 ഫാക്ട്സ് പഠിക്കേണ്ടതായിട്ട് വരും. അത്രയധികം കാര്യങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടൊരു കാര്യമല്ല, അതൊരു പരീക്ഷയ്ക്കും ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആസ് വെൽ. അതായത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഒരു സ്റ്റഡി മെറ്റീരിയൽ വേണം. കാരണം ഓർഗനൈസ്ഡ് അല്ലാതെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മറന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഒരു ലോജിക്കൽ ഫ്ലോ എപ്പോഴും പഠനത്തിൽ ആവശ്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് പോയിന്റ് അതായത് ഇറ്റ് ഷുഡ് ബി റെലവൻറ്റ് ടു ദി എക്സാമിനേഷൻ. അതായത് എക്സാമിനേഷൻ്റെ ഒരു സിലബസുമായി ബന്ധപ്പെട്ടും അവിടെയുള്ള എക്സാമിനേഷൻ്റെ പാറ്റേണുമായി ബന്ധപ്പെട്ടും ഡിഫിക്കൽട്ടി ലെവലും ഒക്കെ ആയി ബന്ധപ്പെട്ടും അതിനോട് ഏറ്റവും അധികം റെലവൻ്റായി നിൽക്കുന്ന രീതിയിലുള്ള ഒന്നായിരിക്കണം റാങ്ക് ഫയൽ എന്നുള്ളത്. ഇനി പോയിന്റ് നമ്പർ 4, ഇറ്റ് ഷുഡ് ബി അക്യുറേറ്റ്. കൂടുതലും ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ റാങ്ക് ഫയൽ ഉപയോഗിക്കുന്നത്. അവിടെയുള്ള കാര്യങ്ങൾ പരമാവധി അക്യുറേറ്റ് ആയിരിക്കണം. 100% അക്യുറസി ഉള്ള പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും പരമാവധി അക്യുറസി അവിടെ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഫാക്ച്വൽ ഇൻഫർമേഷൻ അവിടെ തെറ്റായിട്ടാണ് ഉള്ളത് എങ്കിൽ ആ ഒരു ചോദ്യം തെറ്റിപ്പോകുമെന്നുള്ളത് മാത്രമല്ല, അതായത് ഉത്തരം നമ്മൾ പരീക്ഷയിൽ തെറ്റിപ്പോകുമെന്നുള്ളത് മാത്രമല്ല, ഈവൻ നെഗറ്റീവ് മാർക്സ് കൂടി അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടത് മാറും. ഇറ്റ് ഷുഡ് ബി അക്യുറേറ്റ്. ആൻഡ് 5th പോയിന്റ് എന്നുള്ളത് ഇറ്റ് ഷുഡ് ബി അപ്ഡേറ്റഡ്. അപ്ഡേറ്റഡ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള റാങ്ക് ഫയൽ തന്നെ വേണം അത്തരത്തിൽ പർച്ചേസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതല്ല. അതായത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെങ്കിലും വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല. അത്തരത്തിലുള്ള അപ്ഡേഷൻസ് തീർച്ചയായിട്ടും റാങ്ക് ഫയൽസിൽ വേണമെന്നുള്ളതാണ്. ഐഡിയലി ഒരു റാങ്ക് ഫയൽ ഈ രീതിയിലായിരിക്കണം. എന്നാൽ ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക റാങ്ക് ഫയൽസിലും ഈ കാര്യങ്ങൾ ഈ രീതിയിലല്ല. നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ള പല പോയിന്റുകളിലും അത് വ്യത്യസ്തമാണ്. നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ആ റാങ്ക് ഫയലിനെ മാറ്റുക, അല്ലെങ്കിൽ റാങ്ക് ഫയൽസ് എന്നും പഠിക്കേണ്ട വസ്തുതകൾ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാട്ട് ടു ലേൺ ഫ്രം എ റാങ്ക് ഫയൽ. ഇത് ഏതൊരു സ്റ്റഡി മെറ്റീരിയലിനും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അതായത് ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അതിന് റെഫറൻസായി എടുക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് ആ പരീക്ഷയുടെ സിലബസും, രണ്ടാമത് ഈ ഒരു പരീക്ഷയിൽ മുൻകാലത്ത് PSC ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമാന പരീക്ഷയിൽ PSC മുൻകാലത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമാണ്. ഈ 2 കാര്യങ്ങൾ റെഫറൻസായി എടുത്തുകൊണ്ടാണ് നമ്മൾ ഏതൊരു സ്റ്റഡി മെറ്റീരിയലിനെയും സമീപിക്കേണ്ടത്. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ റാങ്ക് ഫയലിനെയും അപ്രോച്ച് ചെയ്യേണ്ടത്. ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് ആദ്യമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ആ ടോപ്പിക്കുകളാണ്. നമ്മൾ സിലബസ് ലഭിച്ചു കഴിയുമ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും ആ സിലബസിലെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇന്ത്യ ചരിത്രം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ത്യ ചരിത്രത്തിൽ ബ്രിട്ടീഷേഴ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതിനുശേഷം അതിനെതിരെയുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ, അങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാം. അതിനുശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം രൂപപ്പെടുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദേശീയത രൂപപ്പെടുന്നതിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാഹിത്യത്തിനും നമ്മുടെ സംസ്കാരത്തിനുമൊക്കെയുള്ള പങ്കെന്താണ്, അവിടെ ഉണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്താണ്, അവയുടെ പങ്കെന്താണ്, ഇങ്ങനെയുള്ളൊരു വിഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ മഹാത്മാഗാന്ധി നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നത് മുതൽ സ്വാതന്ത്ര്യം നേടുന്നത് വരെയുള്ള വസ്തുതകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട വസ്തുതകൾ. ആൻഡ് ഫൈനലി സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന രീതിയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടും ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില ചലഞ്ചസ് എന്തൊക്കെയാണ്, നമ്മുടെ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്,
ഈ രീതിയിലാണ് ഇന്ത്യ ചരിത്രം എന്ന വിഭാഗത്തിലെ സിലബസിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സോ ഇത്രയും വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നിന്നും പഠിക്കണം, അല്ലെങ്കിൽ സിലബസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച്. അതിനുശേഷം ചെയ്യേണ്ടത് ഫൗണ്ടേഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വായിക്കേണ്ട കാര്യങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് വായിക്കുക. സോ ഈ ഒരു കേസിൽ നമ്മുടെ PSC പരീക്ഷകളിലെ GK വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് SCERT ലെസൺസ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ വിഭാഗങ്ങൾ 2 or 3 SCERT ലെസൺസ്, അതായത് 10th ലെവൽ വരെയുള്ള SCERT ലെസൺസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്ന ടൈറ്റിൽ തന്നെ നമുക്ക് 10+2 ലെവലിൽ ഒരു ലെസൺ കാണാൻ സാധിക്കും. ഒരല്പം അഡ്വാൻസ് ലെവൽ ആ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു പാഠഭാഗവും വായിക്കാം. എനിവേ ഈ SCERT ലെസൺസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ അടിസ്ഥാനപരമായിട്ട് പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. ഇനിയാണ് റാങ്ക് ഫയൽ ഉപയോഗിച്ച് ഇവിടെ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നത് തീരുമാനിക്കേണ്ടത്. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യ ചരിത്രം എന്നൊരു വിഭാഗം റാങ്ക് ഫയലിലെടുത്ത് അവിടെ നിന്നും മുഴുവനായിട്ടും ടോപ്പ് ടു ബോട്ടം പഠിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത്. ബേസിക്കലി ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫൗണ്ടേഷൻ എന്ന രീതിയിൽ SCERT നമ്മൾ വായിച്ചതിന് ശേഷം അവിടെ SCERT ഉപയോഗിച്ച് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ദേശീയ പ്രസ്ഥാനവുമൊക്കെയായി ബന്ധപ്പെട്ട വിവിധ സമരങ്ങളുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അവയുടെ സ്ഥാപകർ എന്ന ഒരു കാര്യം നമ്മൾക്ക് SCERT ലെസൺസ് ഉപയോഗിച്ച് മുഴുവനായിട്ടും പഠിക്കാൻ സാധിക്കുകയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ റാങ്ക് ഫയൽ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ സാധിക്കും. സോ അങ്ങനെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള മിസ്സിംഗ് ഇൻഫർമേഷനും അതിൻ്റെ എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും പഠിക്കുന്നതിന് വേണ്ടി റാങ്ക് ഫയൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ റാൻഡം പോയിന്റ്സും പഠിക്കുന്നതിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത്. അതൊട്ടും തന്നെ ഗുണകരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കില്ല. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ്. സോ ഇന്ത്യൻ ജോഗ്രഫിയുടെ ആ ഒരു സിലബസിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ എന്നൊരു വിഭാഗം കാണാം. പ്രോബബ്ലി നമ്മുടെ റാങ്ക് ഫയലിൽ ഏറ്റവും അധികം ഇൻഫർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു ടോപ്പിക്കിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് സംസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകളും എന്ന രീതിയിൽ മുഴുവൻ കാര്യങ്ങളും റാങ്ക് ഫയൽസിൽ കാണാൻ സാധിക്കും. ഓർക്കുക, അവിടെ നിന്നും ചോദ്യം വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഒരിക്കലും അത് ഒരു നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സമയം, അവിടെ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന മാർക്ക്, ആ ഒരു റേഷ്യോ കൺസിഡർ ചെയ്താൽ ഒരിക്കലും നമ്മൾ പ്രിപ്പറേഷൻ ആ രീതിയിൽ ചെയ്യേണ്ടാത്ത ഒരു ടോപ്പിക്കാണിത്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക. അതിനുവേണ്ടി 10th ലെവലിലുള്ള ഒരു SCERT ലെസൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന രീതിയിൽ 10th ലെവലിലുള്ള ഒരു SCERT ലെസൺ ഉണ്ട്. അതും വളരെ വ്യക്തമായിട്ട് വായിക്കുക. ഇനി ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരല്പം കൂടി അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്നതിന് വേണ്ടി 10+2 ലെവലിലും ഒരു SCERT ലെസൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇനി അതിനുശേഷം ഇവിടെയുള്ള വസ്തുതകൾ റാങ്ക് ഫയൽ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഫാക്ച്വലായിട്ട് SCERT ഉപയോഗിച്ച് അങ്ങനെ കവർ ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ നദികളുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുതകൾ നമുക്ക് ഒരിക്കലും SCERT ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ചില വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെയുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പഠിക്കുന്നതിന് വേണ്ടി റാങ്ക് ഫയൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അവിടെ തന്നെ വരാൻ സാധ്യതയുള്ളൊരു കൺഫ്യൂഷനാണ്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടവ എന്താണ് എന്നുള്ളത് എങ്ങനെ തിരഞ്ഞെടുക്കും എന്നതിനെക്കുറിച്ച്. അവിടെ നമ്മൾ റെഫറൻസ് ആയി എടുക്കേണ്ടത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പഠനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ബുക്കുകളാണ്. അതായത് SCERT പോലെയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ്. അതല്ലാതെ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ ഒരു നേച്ചർ എന്താണ്, ഏതൊക്കെ ടോപ്പിക്കുകളെ ബന്ധപ്പെടുത്തിയാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉപയോഗിച്ചുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനെ ബന്ധപ്പെടുത്തി മാത്രം റാങ്ക് ഫയൽ ഉപയോഗിച്ച് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളൊരു കാര്യം കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൗ ടു ലേൺ. അതായത് റാങ്ക് ഫയലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയൊരു അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അവിടെയുള്ള ഇൻഫർമേഷൻ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒട്ടും തന്നെ കൺസൈസ് അല്ല, അതോടൊപ്പം തന്നെ അത്രയധികം സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു മാനറിലുമല്ല അവിടെയുള്ള ഡാറ്റ നൽകിയിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് അതെങ്ങനെ നമുക്ക് റിട്രീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ ആ ഒരു പഠനം വളരെ വ്യക്തമായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ദി ഇൻഡെക്സ്. അതായത് റാങ്ക് ഫയലിൻ്റെ ആ ഒരു ഉള്ളടക്കം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഉപയോഗിച്ച് അവിടെയുള്ള കീ ടോപ്പിക്കുകൾ ലൊക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, അവ മാർക്ക് ചെയ്യുക. ടോപ്പിക്കുകൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ SCERT ഉപയോഗിച്ചുകൊണ്ട് പഠിച്ച ടോപ്പിക്കുകളിൽ അഡീഷണലി പഠിക്കേണ്ട ടോപ്പിക് എന്ന രീതിയിലുള്ള ടോപ്പിക്കുകൾ ഒരു പർട്ടിക്കുലർ കളറിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഡെക്സിൽ മാർക്ക് ചെയ്യാം. ഇനി റാങ്ക് ഫയലിനെ മാത്രം ബന്ധപ്പെടുത്തി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ഏതെങ്കിലും ടോപ്പിക് ഉണ്ട് എങ്കിൽ അത് മറ്റൊരു കളറിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ബേസിക്കലി ആ ഒരു റാങ്ക് ഫയലിൻ്റെ, നിങ്ങൾ ഉപയോഗിക്കുന്ന റാങ്ക് ഫയലിൻ്റെ ഉള്ളടക്കത്തിൽ തന്നെ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം, അതോടൊപ്പം തന്നെ ഏത് ലെവലിൽ പഠിക്കണം എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ മുൻപ് തന്നെ
സൂചിപ്പിച്ചു, നമ്മുടെ സിലബസിലും ഈവൻ ഇത്തരത്തിലുള്ള റാങ്ക് ഫയൽസിലും എല്ലാം തന്നെ ഈ ടോപ്പിക്കുകൾ അത്രയധികം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഈവൻ സിലബസിൽ പോലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിമ്പിൾ അരിത്തമെറ്റിക് വിഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ സിലബസിൽ നൽകിയിരിക്കുന്ന ആ ഒരു ഓർഡറിലല്ല യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്. നമ്പേഴ്സ്, പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ഈ കാര്യങ്ങൾ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള വസ്തുതകളാണ്. ഇവ പഠിച്ചാൽ മാത്രമേ അതിനുശേഷം വരുന്ന ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലെയുള്ള അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെയുള്ള ടോപ്പിക്കുകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് അവിടെ സിലബസിൽ കാണാനായിട്ട് സാധിക്കുക എപ്പോഴും ഈ റേഷ്യോ, പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ആവറേജ് പോലെയുള്ള ടോപ്പിക്കുകളൊക്കെ വളരെ താഴെയാണ് നൽകിയിരിക്കുക. സോ അത് നമ്മൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ പഠിക്കേണ്ട ആ രീതിയിൽ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ സിമ്പിൾ അരിത്തമെറ്റിക് വിഭാഗം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വിഭാഗങ്ങളിലും നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ലോജിക്കൽ ഫ്ലോ എന്ന കാര്യം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇനി അടുത്ത പോയിന്റ് ആണ് ആക്റ്റീവ് റീഡിംഗ്. അതായത് എപ്പോഴും റാങ്ക് ഫയൽസിൽ നിന്നും പഠിക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ് ഈ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുക എന്നുള്ളത്. ഇതിൻ്റെ ഒരു കാരണം എന്നുള്ളത് വളരെ പാസീവായിട്ട് വായിച്ചു പോകുന്ന ഒരു മെറ്റീരിയലാണ് റാങ്ക് ഫയൽ എന്നുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. സോ ആക്റ്റീവ് റീഡിംഗ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വായിക്കുന്ന കാര്യങ്ങളിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയും നിങ്ങൾക്ക് കളേഴ്സ് യൂസ് ചെയ്യാം. ഏറ്റവും അധികം മറന്നു പോകാൻ സാധ്യതയുണ്ട്, ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കളറിൽ മാർക്ക് ചെയ്യാം. ഇനി ഈ മാർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചില വിഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് മൈക്രോ നോട്ട്സും തയ്യാറാക്കാവുന്നതാണ്. മൈക്രോ നോട്ട്സ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈവൻ റാങ്ക് ഫയൽസിൻ്റെ അവിടെ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു സമരത്തെക്കുറിച്ച്, ഒരു പ്രക്ഷോഭത്തെക്കുറിച്ച് പഠിക്കുകയാണ് എങ്കിൽ റാങ്ക് ഫയലിൽ തന്നെ നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്ത് സൂക്ഷിക്കാം. ഈ ഒരു സമരം നടന്നിട്ടുള്ള വർഷം ഏതാണ്, അതോടൊപ്പം തന്നെ ഇതിന് പിന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്, ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അനുബന്ധ സംഭവങ്ങളുണ്ട് എങ്കിൽ ആ ഒരു കാര്യം ഈ രീതിയിൽ അവിടെ തന്നെ മൈക്രോ നോട്ട്സ് എന്ന രീതിയിൽ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഇവ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് മെമ്മറൈസ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. കാരണം ഇത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ ഇത്തരത്തിൽ പഠിച്ചതിന് ശേഷം ഫൈനലി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പഠിച്ച കാര്യങ്ങളെ ഒന്ന് സമറൈസ് ചെയ്യുക. ഒരു വിഭാഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ റാങ്ക് ഫയൽ ഉപയോഗിച്ചുകൊണ്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിച്ചത് എന്നൊരു കാര്യം സമറൈസ് ചെയ്ത് അതൊന്ന് എഴുതി സൂക്ഷിക്കുക. ഇതിൻ്റെയും ഒരു ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ വളരെ ഈസി ആയിട്ട് ആ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും എക്സാമിനേഷൻ തൊട്ട് മുൻപായിട്ട് നോക്കാൻ സാധിക്കില്ല, അങ്ങനെ നോക്കേണ്ട ആവശ്യകതയും ഇല്ല. സോ ഈ രീതിയിലാണ് നിങ്ങൾ റാങ്ക് ഫയൽ പഠിക്കുന്നത് എങ്കിൽ ഒന്നാമതായിട്ടുള്ള കാര്യം അവിടെ നിന്നും പഠിക്കേണ്ട വസ്തുതകളുടെ ആ ഒരു എണ്ണം നിങ്ങൾക്ക് വളരെയധികം ചുരുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും ലോജിക്കലായിട്ടുള്ള ഒരു മാനറിൽ നിങ്ങൾക്ക് റാങ്ക് ഫയൽ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ സാധിക്കും. കാര്യങ്ങൾ മറന്നു പോകും എന്നുള്ളൊരു അവസ്ഥ വരികയുമില്ല എന്നുള്ളതാണ്. സോ അത്തരത്തിൽ ഏറ്റവും സ്മാർട്ടായിട്ട് തന്നെ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ആൻഡ് പ്ലീസ് ഡു ജോയിൻ us on ടെലിഗ്രാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. സോ ബേസിക്കലി നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതല്ല, ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കേണ്ടത്, അവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഈ കാര്യങ്ങളിൽ വളരെയധികം വ്യക്തത വേണം. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു ടോപ്പിക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. സോ സമാന രീതിയിൽ മറ്റ് റിസോഴ്സസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയലിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും വിഭാഗങ്ങളുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. So thank you so much guys for watching this particular video and I hope to see you in the next one.